എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാം 2024 ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴാണ്? A+ കിട്ടാൻ എത്ര മാർക്കാണ് വേണ്ടത്? +2 നന്നായി പഠിച്ചാൽ A+ കിട്ടുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. എല്ലാ ഈ 3 സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് അതായത് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാം 2024 A+ കിട്ടാൻ എത്ര മാർക്കാണ് വേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. +2 നന്നായി പഠിച്ചാൽ A+ കിട്ടുമോ? അപ്പോൾ ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴാണെന്നുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പരിശോധിക്കാം. ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴാണെന്നാണ് പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണഗതിയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇംപ്രൂവ്മെൻ്റ് എക്സാം നടത്തേണ്ടത്. പക്ഷേ ഈ വർഷം മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനപ്രകാരം അത് മാർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. പല വിദ്യാർത്ഥികൾക്കും ആ തീരുമാനം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ പല വിദ്യാർത്ഥികളും കമൻറ്റ് ചെയ്യുന്നുണ്ട്, വി വാണ്ട് ജസ്റ്റിസ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നേരത്തെ വേണം, ഞങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇംപ്രൂവ്മെൻ്റ് എക്സാം നിലവിലെ തീരുമാനപ്രകാരം മാർച്ചിലാണ്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളുമായി എത്തിക്കും. അപ്പോൾ A+ ലഭിക്കാൻ എത്ര മാർക്ക് വേണമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. നമുക്കത് പരിശോധിക്കാം. ആ A+ ലഭിക്കാനുള്ള മാർക്കൊക്കെ നമുക്ക് പരിശോധിക്കാം. ഓക്കെ അപ്പം നമുക്ക് 80 മാർക്കിൻ്റെ എക്സാമിൽ TE മാർക്ക് എന്ത് ചെയ്യണം, 72 മേലെ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് A+ കിട്ടുന്നത്. 72 മേലെ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യും, A+ കിട്ടുന്നതാണ്. അത് 80 മാർക്കിൻ്റെ എക്സാമിൽ TE ആയിട്ട് എന്ത് ചെയ്യണം, 72 കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യും, A+ എന്ന ഘട്ടത്തിലെത്തും. അപ്പോൾ A+ എന്ന ഘട്ടത്തിൽ നിങ്ങൾ എത്തുന്നതാണ്. 80 മാർക്കിൻ്റെ എക്സാമിൽ 72 അതിന് മേലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ. ഇനി 60 മാർക്കിൻ്റെ എക്സാമിൻ്റെ കാര്യം എടുക്കാം. 60 മാർക്കിൻ്റെ എക്സാമിൽ എന്ത് ചെയ്യണം, എത്രയാണ് വേണ്ടത്, 18 36. ഓക്കെ, 36 മാർക്കാണ് TE ആയിട്ട് എന്ത് ചെയ്യേണ്ടത്. സോറി, 36 സോറി, ജയിക്കേണ്ട കാര്യമായിരുന്നു, ഡബിൾ പാസിൻ്റെ ആയിരുന്നു. 52 അതിന് മേലേക്കുമാണ് A+. 60 മാർക്കിൻ്റെ എക്സാം നമ്മൾ എടുക്കുമ്പോൾ 52 അതിന് മേലേക്കുമാണ് A+ ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ A+ ആയിട്ട് പരിഗണിക്കുക. ഒന്നും കൂടെ നമ്മൾ നോക്കുമ്പോൾ 80 മാർക്കിൻ്റെ എക്സാമിൽ 72-ഉം 60ൻ്റെ എക്സാമിൽ 52-ഉം അതിന് മേലേക്കുമാണ് എന്ത് ചെയ്യേണ്ടത്, A+ വേണ്ടത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് ഇയർ മാർക്ക് കുറവാണ്, സെക്കൻഡ് ഇയർ A+ എടുക്കാൻ പറ്റുമോ എന്ന്. പറ്റും, പക്ഷേ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇയറിൽ 72 A+ എന്ന്. അപ്പോൾ നിങ്ങൾ ആ 72 നിങ്ങൾക്ക് കിട്ടിയില്ല, ഒരു 65 നിങ്ങൾക്ക് എന്ത് ചെയ്തുള്ളൂ, കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ചോളുക. അപ്പോൾ നിങ്ങൾക്ക് A+ ആകണേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് A+ കിട്ടാൻ എന്തുണ്ട്, 7 മാർക്കിൻ്റെ കുറവുണ്ട്. 7 മാർക്ക് അവിടെ എന്താണ്, മിസ്സിങ് ആണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 65 കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 7 മാർക്ക്, ഫസ്റ്റ് ഇയറിൽ A+ കിട്ടാനുള്ള 7 മാർക്ക് അവിടെ മിസ്സിങ് ആണ്. അന്നേരം സെക്കൻഡ് ഇയർ എന്തായാലും എന്ത് ചെയ്യണം, A+നുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് 72 അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഇയറിൽ 72 കിട്ടിയതുകൊണ്ട് നിങ്ങൾ A ഗ്രേഡേ ആവുള്ളൂ. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്തേ ഉള്ളൂ, 65 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, 72 പ്ലസ്, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഇപ്പം നോക്കിയോ,
ഫസ്റ്റ് ഇയർ 65, സെക്കൻഡ് ഇയർ 72. അപ്പം സെക്കൻഡ് ഇയറിലെ മാർക്ക് പ്രകാരം നിങ്ങൾക്ക് A+ കിട്ടാൻ യോഗ്യതയുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇയറിലെ മാർക്ക് വെച്ച് നിങ്ങൾക്ക് A+ കിട്ടാൻ യോഗ്യതയില്ല. കാരണം 65 ഉള്ളൂ, 7 മാർക്കിൻ്റെ കുറവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇയറിൽ കുറവ് വന്ന 7 മാർക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതിയെടുക്കണം. അതായത് എന്താണെന്ന് വെച്ചാൽ അത് എന്താണ്, ഫസ്റ്റ് ഇയറിൽ കുറവ് വന്ന ആ 7 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഇയറിൽ എഴുതിയെടുക്കണം. അതായത് 72 കൂട്ടണം 72 കൂട്ടണം 7 78 മാർക്ക് എന്ത് ചെയ്യണം? നിങ്ങളവിടെ എഴുതിയെടുക്കണം. ഇത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 65 അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഇയർ 65, സെക്കൻഡ് ഇയർ 72. അപ്പോൾ എന്ത് ചെയ്യണം? 72 നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടി. പക്ഷേ A+ ആകണേ എന്ത് ചെയ്യണം? 65-ന് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 7 മാർക്ക് എന്തുണ്ട്? A+ ലഭിക്കാൻ 7 മാർക്ക് കുറവുണ്ട്. അപ്പോൾ 72 + 7 സമം എന്ത് ചെയ്യണം? 78 നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എഴുതിയെടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇത്ര ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ 65 കിട്ടിക്കഴിയുമ്പോൾ സെക്കൻഡ് ഇയർ 72 കിട്ടി. അപ്പോൾ 72 കൂട്ടണം 7 സമം 78. 78 എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? A+ കിട്ടും. അങ്ങനെ ചെയ്യണമെങ്കിലും എന്ത് വേണം? ഒരു ലിമിറ്റ് ഉണ്ട്. അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് എന്ത് വേണം? സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പരീക്ഷ 80 മാർക്കിൻ്റെ ഉള്ളൂ. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 80-ൽ കൂടുതൽ നിങ്ങൾക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ ഒരു 10 മാർക്കൊക്കെയാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് കുറവെങ്കിൽ സെക്കൻഡ് ഇയറിൽ എന്ത് ചെയ്യാം? 72 പ്ലസ് ഒരു 8 മാർക്കേ കുറവുള്ളെങ്കിൽ നിങ്ങൾക്ക് 72 പ്ലസ് നിങ്ങൾക്ക് 8 മാർക്ക് എഴുതിയെടുത്തുകൊണ്ട് A+ ആക്കാം. പക്ഷേ ഒരു 10 അഥവാ ഒരു 12 മാർക്കിൻ്റെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നോക്കിയോ, ഫസ്റ്റ് ഇയറിൽ ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ 60 മാർക്കുണ്ട്, 12 മാർക്കുണ്ട് A+ന് കുറവ്. സെക്കൻഡ് ഇയറിൽ 72 കിട്ടി. കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഫസ്റ്റ് 60, സെക്കൻഡ് 72. അപ്പോൾ സെക്കൻഡ് ഇയറിലെ മാർക്ക് മാത്രം നോക്കുമ്പോൾ എന്ത് ചെയ്യാനുണ്ട്? A+ കിട്ടാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഇയറിലെ എന്തുണ്ട്? 12 മാർക്ക് കുറവുണ്ട്. പക്ഷേ ആ വിദ്യാർത്ഥിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താൽ പോലും മാർക്ക് കിട്ടില്ല, A+ ആവില്ല. കാരണം എന്താണ്? 80 മാർക്കിലാണ് A+, 72 എഴുതിയെടുത്തു. ഇനി 8 മാർക്ക് മാത്രമേ എഴുതിയെടുക്കാൻ അവിടെ ബാക്കിയുള്ളൂ. പക്ഷേ ആ വിദ്യാർത്ഥിക്ക് എന്തുണ്ട്? 12 മാർക്കിൻ്റെ കുറവുണ്ട്. 8 മാർക്കേ എഴുതിയെടുക്കാൻ പറ്റൂ. അന്നേരം എന്ത് ചെയ്യും? 4 മാർക്കിൻ്റെ ഡിഫറൻറ്റ് വരും. അന്നേരം നിങ്ങൾക്ക് A മാറും, A ഗ്രേഡായി മാറും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇവിടെ. പ്ലസ് ടു നന്നായി പഠിച്ചാൽ A+ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിനും ഇവിടെ ഞാൻ മറുപടി തന്നു കഴിഞ്ഞു ഓൾറെഡി, അല്ലേ? അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്ലസ് ടു നന്നായി പഠിച്ചാൽ A+ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഉത്തരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, എന്താണ്? നിങ്ങൾക്കൊരു 65 മാർക്കുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ 72 കിട്ടി. അപ്പോൾ 72 കൂട്ടണം 7 സമം എന്തുണ്ട്? 78 നിങ്ങൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കത് A+ ആക്കാൻ പറ്റും.
പക്ഷേ വലിയ മാർക്കിൻ്റെ ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നല്ലവണ്ണം മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻറ്റേജ് വളരെ കുറവാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് വളരെ കുറവാണെങ്കിൽ +2 A+ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഫസ്റ്റ് ഇയറിൽ A+ 1-2 മാർക്കാണ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അതായത് ഫസ്റ്റ് ഇയറിൽ 1-2 മാർക്കിനാണ് A+ പോയിട്ടുള്ളെങ്കിൽ സെക്കൻഡ് ഇയറിൽ ആ A+ വേണ്ട മാർക്ക് പ്ലസ് ആ 1-2 മാർക്ക് എടുത്തു കഴിഞ്ഞാൽ A+ കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ A+ൻ്റെ പൊരുൾ കിടക്കുന്നത്, കാര്യത്തിൻ്റെ പൊരുളെന്ന് പറയില്ലേ, അത് കിടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മൈ നെയിം ഇസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ടെക്, the best career guidance. Bye.